എല്ലാ പ്രേക്ഷകർക്കും പതിവ് പോലെ കോക്ടെയിലിന്റെ ഈ അധ്യായത്തിലേക്കും സ്വാഗതം. പ്രതിപക്ഷത്തിന്റെ ശക്തി കാണിക്കാൻ വേണ്ടി സമരം നടത്താൻ മാത്രമല്ല മറ്റു ചില പ്ലാനും പദ്ധതികളും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് കോൺഗ്രസുകാർ. പറഞ്ഞു വരുന്നത് കോഴിക്കോട്ടെ കോൺഗ്രസിനെ പറ്റിയാണ്. KC അബു മാറി സിദ്ദിഖ് പ്രസിഡന്റ് ആയപ്പോൾ രസക്കാഴ്ചകൾക്ക് കുറവ് വരും എന്ന ആശങ്കയുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ എല്ലാ ആശങ്കകളും ദൂരീകരിക്കുകയാണ് സിദ്ദിഖ്. അബുവിനെ വെല്ലുന്ന പെർഫോമൻസുമായി മുന്നിട്ട് നിൽക്കുകയാണിപ്പോൾ സിദ്ദിഖ്. ഇരുന്നിരുന്നാണ് കോഴിക്കോട്ട് മാനാഞ്ചിറയിലെ കുളം വൃത്തിയാക്കണമെന്ന ബുദ്ധി സിദ്ദിഖിനും കൂട്ടർക്കും ഉണ്ടായത്. ഉടനെ തുടങ്ങി വൃത്തിയാക്കൽ പരിപാടി. മുഴുവൻ ആളുകളും കൂടി നിൽക്കാതെ വരിയായി ഈ സ്റ്റെപ്പിന്റെ മേലെ നിൽക്കണം. കൂടി നിൽക്കാൻ പാടില്ല. ഒരു കാരണവശാലും കുളത്തിൽ കൈ മുക്കാൻ പാടില്ല, കുളത്തിൽ തൊടാൻ പാടില്ല. കുളം വൃത്തിയാക്കുന്നതൊക്കെ സഹിക്കാം, പക്ഷേ ഈ തള്ളാണ് സഹിക്കാൻ പ്രയാസം. സിദ്ദിഖിന്റെ സൽപ്രവൃത്തി കണ്ട് മനസ്സലിഞ്ഞ പ്രകൃതി മഴയായി പെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ വരദാനമെന്നോണം മഴത്തുള്ളികൾ ഇവിടെ വർഷിക്കപ്പെട്ടത് നമ്മുടെ സൽപ്രവൃത്തിക്കുള്ള പ്രകൃതിയുടെ അംഗീകാരമായി നമ്മൾ അതിനെ കണക്കാക്കുകയാണ്. ഇനി പ്രതിജ്ഞയാണ്. ജലസംരക്ഷണത്തിന് ആഹ്വാനം ചെയ്യാൻ അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഹസൻജി വന്നാലേ അത് നടക്കൂ. ഈ പരിപാടി പ്രതിജ്ഞ ചൊല്ലി ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ MMS അവരെ ക്ഷണിക്കുക. പ്രതിജ്ഞയിലേക്ക് കടക്കുകയാണ്. നമ്മൾ പ്രതിജ്ഞയാണ്. ജലം ജീവനാണ്, ജീവധാരയാണ്. ജലമില്ലാതായാൽ ഈ ഭൂമിയിൽ ജീവന്റെ കണം ബാക്കി ഉണ്ടാവുകയില്ല. കോൺഗ്രസിന്റെ സമരം കണ്ടിട്ടാണോ എന്തോ ഇപ്പോ വ്യാപാരി വ്യവസായിക്കാർ വരെ പോലീസിനോട് മസിൽ പിടിക്കാൻ വരികയാണ്. കോഴിക്കോട് നടന്ന ഒരു ധർണാ പരിപാടിയിലാണ് വ്യാപാരി വ്യവസായിക്കാരുടെ ഉശിരൊക്കെ കാണാനായത്. പ്രസിഡന്റ് നസറുദ്ദീന് സംഘടനയിൽ ഭയങ്കര ഫാൻസാണ്. നസറുദ്ദീനെ അറസ്റ്റ് ചെയ്താൽ കോഴിക്കോട് മുഴുവൻ കരിച്ചു കളയും എന്ന മട്ടിൽ വർത്തമാനം പറഞ്ഞിട്ടാണ് സംഘടനക്കാർ പോലീസ് വണ്ടിയിൽ കയറിപ്പോയത്. എന്തായാലും വ്യാപാരികളൊക്കെ ഇങ്ങനെ ഉശിരു കാണിക്കാൻ തുടങ്ങിയാൽ കഷ്ടമുണ്ട് കേട്ടോ. ഇനി കോഴിക്കോട് തന്നെയാണ് കോക്ടെയിൽ നിൽക്കുന്നത്. വിലപ്പെട്ട സംഭാവനകളുമായി KC അബു റെഡിയാണ്. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം KC അബുവിന് തീരെ മതിയായില്ലത്രേ. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ പോലീസുകാര് ജലപീരങ്കി ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചു. എനിക്ക് അഭിപ്രായമില്ല. കല്യാണത്തിനൊക്കെ വരുന്ന സമയത്ത് നവവധൂവരന്മാരെ പനിനീർ തളിക്കുന്നത് പോലെ ചൂടുള്ള സമയത്ത് വന്ന ഈ കുട്ടികളെ അസഹ്യമായ ചൂടിൽ നിന്ന് ചെറിയൊരാശ്വാസം പകരുവാൻ പോലീസുകാർ പനിനീർ തളിച്ചു. പോലീസുകാർക്ക് വേണമെങ്കിൽ കോൺഗ്രസിന്റെ പേരിൽ ഒരു മെഡൽ കൊടുക്കാൻ വരെ തയ്യാറാണ് അബു. നന്നായി ജോലി ചെയ്യുന്ന പോലീസുകാരുടെ ലിസ്റ്റ് ഈ തിരക്കിനിടയിൽ കടിപിടിക്കിടയിൽ ഡൽഹിയിലേക്ക് അയക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് എന്റെ സിദ്ദീഖ് ഇത്തവണ പോലീസുകാർക്കൊന്നും മെഡലില്ല. വേണമെങ്കിൽ നമുക്കൊരു മെഡൽ. മോദിജിയെ കുറിച്ച് സിദ്ദിഖ് നടത്തിയ പ്രസംഗത്തിൽ തിരുത്തു വരുത്താനും മുതിർന്നു കളഞ്ഞു KC അബു. ഇവിടെ സിദ്ദീഖ് പറഞ്ഞ ചില കാര്യങ്ങളോട് ശക്തമായി ഞാൻ വിയോജിക്കുക. സിദ്ദീഖ് പ്രസംഗിച്ചു, മഹാത്മാഗാന്ധി തങ്കക്കട്ടിയാണെങ്കിൽ നരേന്ദ്രമോദി കടലപ്പിണ്ണാക്കാന്ന് പറഞ്ഞു. ആ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു. മഹാത്മാഗാന്ധി തങ്കക്കട്ടിയാണെങ്കിൽ നരേന്ദ്രമോദി ആട്ടിൻകാട്ടമാണ്. പറഞ്ഞാൽ മനുഷ്യൻ ഉപയോഗമുള്ളതാണ്. അതുകൊണ്ട്
അങ്ങനെ ഒരിക്കലും തന്നെ ഉപയോഗിക്കരുത്, പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്വന്തം കോട്ടിൽ പേര് തുന്നി നടക്കുന്ന മോദിജിയോട് സ്വല്പം അസൂയയാണ് അബുവിന്. ഞാൻ അടുത്ത ഒരു പരിപാടിക്ക് തീർച്ചയായും ഞാൻ വരിക. എന്റെ ഷർട്ടിൽ സ്വർണ്ണനൂലുകൊണ്ടൊന്നും പേര് എഴുതാനുള്ള പൈസ ഒന്നും തരില്ല. എന്തെങ്കിലും ഗിഫ്റ്റോ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് KC അബു എന്ന് പേര് എഴുതി ഞാൻ വരും. അങ്ങനെ ഞാൻ വന്നാൽ നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോവുക? നിങ്ങൾ എന്നെ കുതിരട്ടത്തേക്കാ കൊണ്ടുപോവുക? ഇന്ത്യന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ലക്ഷം റുപ്യന്റെ ഒരു കുപ്പായത്ത് സ്വർണ്ണ നൂലുകൊണ്ട് അതിന്റെ മേലെ നരേന്ദ്രമോദിന്റെ പേര് എഴുതി. അവർ മൂപ്പര് പറയുന്നത് ഭാര്യയെ ഉപേക്ഷിച്ചത് വിദ്യ പറയുന്നതാ രാജ്യസേവനത്തിന് വേണ്ടിയിട്ടാണ്, സമയം കിട്ടാൻ വേണ്ടി ആ ഭാര്യയെ ഉപേക്ഷിച്ചത്. ഇവിടെ നൗഷീദ് ഭാര്യനെ ഉപേക്ഷിച്ച് ആ സമയം കൂടി പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അന്ന് മുതൽ എന്നെ ഓഫീസിലൊന്നും കേട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പരാജയമാണ്. എന്റെ സിദ്ദീഖ്, ഈ മോഡി എന്ന് പറഞ്ഞാൽ എ മാൻ ഓഫ് പാഷൻ എന്ന് വേണേൽ പറയാം. ഗാന്ധിജി എന്ന് പറയുമ്പോൾ എ മാൻ ഓഫ് സാക്രിഫൈസ്. അപ്പൊ ഗാന്ധിജിന്റെ പണത്തിന് പകരം മോഡിനെ വെക്കാൻ പറ്റില്ല. മോഡിന്റെ ഫോട്ടോ വെക്കണം നിർബന്ധമാണെങ്കിൽ ആ ഗോഡ്സെന്റെ ഫോട്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പകരം മോഡിന്റെ വെച്ചോളി. ഒരാൾ തോക്കൊണ്ട് വെടിവെച്ച് കൊന്നു, അല്ലാതെ എന്നെ കൊല്ലുകയാണ്. സിനിമാക്കാരുടെ സമരം അങ്ങനെ സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സുമായി ഒത്തുതീർപ്പായിരിക്കുകയാണ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ച ചർച്ചയിൽ എല്ലാ സംഘടനക്കാരും അനുസരണയുള്ള കുട്ടികളായി എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയത്രേ. ശ്രീ AK ബാലൻ സാറുള്ള ചർച്ചയാണ് നടന്നത്. റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ കുറിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി നിർദ്ദേശിക്കുകയും അത് രൂപവൽക്കരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു. വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു. വളരെ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ആർക്കും ഒരു എതിർപ്പും കാര്യങ്ങളും ഇല്ലാത്തൊരു ചർച്ചയായിരുന്നു. ഇത് വളരെ രമ്യമായിട്ട് നടന്ന, വളരെ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടന്ന ഒരു ചർച്ചയായിരുന്നു. അതിന് നമ്മുടെ വകുപ്പ് മന്ത്രി വളരെ നല്ല നിലപാടാണ് എടുത്തത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ പോലും ഒരു ശ്രമം നടന്നു. ആ ശ്രമത്തിന് പിന്നിൽ മറ്റാരുമല്ല, ഫെഫ്ക എന്ന മലയാള സിനിമയിലെ സംഘടന തന്നെയാണ്. സംഘടനകൾ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്ക് ഇല്ലാതാക്കാനും അവർ തമ്മിലുള്ള ഐക്യം കൂട്ടിയുറപ്പിക്കാനും കൂടിയായിരുന്നു ഇന്നത്തെ യോഗം. സിനിമാ സമരത്തിലെ വില്ലനായിരുന്ന ലിബർട്ടി ബഷീറിനെ നായകനായി ദിലീപ് വന്ന് അടിച്ചിട്ടപ്പോഴാണ് ഈ സമരത്തിന് ശുഭാന്ത്യം ഉണ്ടായതത്രേ. ഇപ്പോൾ ദിലീപിനെ പുകഴ്ത്താൻ ലിബർട്ടി ബഷീറിന് വാക്കുകളില്ല. എന്തോ ഫസ്റ്റത്തെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ എടുത്ത ആ കമ്മിറ്റിക്ക് പരിപൂർണ്ണ പിന്തുണ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് മെഷീൻ വെക്കാൻ വേണ്ടും പരിപൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും നമ്മൾ ടിക്കറ്റ് മെഷീൻ ഗവൺമെൻറ് വെക്കുന്ന ടിക്കറ്റ് മെഷീൻ വെക്കാൻ അത് നമ്മൾ അനുവാദം കൊടുത്തു. അടൂർ കമ്മിറ്റിക്കും നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് ന്യായമായ എല്ലാ കാര്യങ്ങൾക്കും അനുവാദം കൊടുത്തിട്ടുണ്ട്. കുറേ മെമ്പർമാരെ ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. അത് പരിപൂർണ്ണമായിട്ട് പിൻവലിക്കാൻ വേണ്ടി മന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള കാലത്ത് തമ്മിലെല്ലാം അങ്ങോട്ട് എല്ലാ അടിവരും ഒഴിവാക്കിക്കൊണ്ട് ഒന്നിച്ചു പോകാനുള്ള തീരുമാനത്തോടെ ഇറങ്ങിയത്. ഇനി തീരുമാനം എടുക്കേണ്ടത് അവരാണെന്ന് നല്ല തീരുമാനം എടുക്കും തോന്നുന്നു. എന്തായാലും നല്ലൊരു പ്രസിഡന്റിനെ നമുക്ക് തുണയായിട്ട് കിട്ടിയിട്ടുണ്ട്. ദിലീപ് എന്ന വ്യക്തിയാണ് നമ്മൾ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി വേറെ സംഘടനയും കൂടെ വരികയാണെങ്കിലും പ്രസിഡന്റ് ദിലീപ് ആ സംഘടനയിൽ നമ്മൾ ഒരു എതിർപ്പില്ലല്ലോ. ഇപ്പോൾ ദിലീപ് എന്നുള്ള സംഘടനയിൽ നമ്മളെ ഫെഡറേഷനിൽ വന്നത് നമ്മുടെ സംഘടനയ്ക്ക് ഒരു ബലമാണ്. കാരണം ഗവൺമെൻറ് പോലും സംസാരിക്കാൻ വേണ്ടി നമുക്ക് ദിലീപിനെ പോലത്തെ വ്യക്തി ആവശ്യമാണ്. അതൊന്നും പോയിട്ടില്ല. അത് നമ്മളെ കാലാകാലങ്ങളായിട്ടുള്ള 48 പണ്ട് നമ്മൾ തുടങ്ങിയത് 48 സെൻറ്ററിലാണ്. ജില്ലകളിലെ 48 സെൻറ്റർ, അതിലുള്ള തിയേറ്റേഴ്സെല്ലാം അനുകിട്ട പഴയ തിയേറ്റേഴ്സെല്ലാം ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. പോയ നമ്മൾ 22 ക്യാമ്പ് അഡീഷണൽ കൂട്ടിയ കുറേ ക്യാമ്പുണ്ട്. അത് പണ്ട് അവിടെ പോയ തിയേറ്റേഴ്സാണ്. എന്നിരുന്നാലും നമ്മളെല്ലാം ഒന്നിച്ചായിരിക്കും. എല്ലാവരും പറഞ്ഞല്ലോ, വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരുപാട് സിനിമയ്ക്ക് ഗുണമുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആലോചനാ യോഗമാണ് നടന്നത്. ഇനി അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ച് എല്ലാവർക്കും ഗുണമുള്ള രീതിയിൽ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ചർച്ച കൂടിയാണ് വേണ്ടി വരും എന്നുള്ളത്. സിനിമയിൽ നമ്മൾ കാണുന്ന ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും ഇമോഷനും എല്ലാം സിനിമയ്ക്ക് പുറത്തുള്ള ഇത്തരം അഭിനയത്തിന്റെ മുൻപിൽ ഒന്നുമല്ലെന്ന് മനസ്സിലായി കാണുമല്ലോ. നേരത്തെ താങ്കൾ എതിർത്ത ആൾക്കാരൊക്കെ ഇപ്പം പുതിയ പ്രസംഗം നല്ലതാന്നൊക്കെ പറയുന്നു. എല്ലാം നല്ലതിന് അങ്ങനെ. ഇനി ചെന്നിത്തലാജിയുടെ സങ്കട കഥയാണ്. സ്വന്തം കഥയല്ല, പോലീസുകാർക്ക് വേണ്ടി ചെന്നിത്തലാജി കണ്ണീരൊഴുക്കുന്ന കഥ. കണ്ടാലും സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ അവസാനത്തെ ഉദാഹരണമാണ് റിപ്പബ്ലിക് ദിനത്തിൽ പോലീസുകാർക്ക് രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടാതെ പോയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതിയുടെ മെഡൽ റിപ്പബ്ലിക് ദിനത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ഒരാൾക്ക് പോലും
മെഡൽ കിട്ടാതെ പോയത് ഗവൺമെന്റിന്റെ പിടിപ്പുകേടും അനാസ്ഥയും കാര്യക്ഷമതയില്ലായ്മയുമാണ്. രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങാൻ യോഗ്യത ഉള്ള പോലീസുകാർ ഇല്ലാത്തത് കൊണ്ടല്ല. രാഷ്ട്രപതിയുടെ മെഡൽ പട്ടികയിൽ കേരളം ഇല്ലാതെ പോകുന്നത് ദുഃഖകരമായൊരു വസ്തുതയാണ്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്കാണ്. അതെ, അവാർഡൊക്കെ വരും പോകും. ഇക്കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഇതിലും നല്ല അവാർഡ് നമ്മൾ വാങ്ങിക്കും. ഇനി തിരുവനന്തപുരത്ത് നടന്ന മോന്തിജി നോട്ട് നാടകത്തിന്റെ പ്രസക്ത ഭാഗം കാണാം. ഓം കാളി മഹാകാളി, കാളി കാളി മഹാകാളി, ഓം കാളി മഹാകാളി, കാളി കാളി മഹാകാളി, ആയുഷ്മാൻ ഭവഃ. ഹര ഹര മഹാദേവ, ഹര ഹര മഹാഗുരു, ജയ ജയ പ്രജാപതി, ജയ ജയ മോന്തിജി, ജയ ജയ കറൻസി വേദം, ജയ ജയ കള്ളപ്പണമേദം. വത്സ, ഈ കള്ളപ്പണ വേട്ടയ്ക്കുള്ള നിന്റെ കറൻസി മേധത്തിൽ നാം എല്ലാ വിജയങ്ങളും നേരുന്നു. നിന്റെ കുതിരയെ തടുത്തു നിർത്താൻ അസേതു ഹിമാചലം ആരുമുണ്ടാകില്ല. ചെന്നേടം ചെന്ന് ജയിച്ചു വരിക. ഗുരുജി, ഇത് ചെറിയ ഒരു ദക്ഷിണയാണ്. 10 ലക്ഷം കോടി ഡോളറിന്റെ ഒരു ചെക്ക് എന്റെ സ്വിസ് അക്കൗണ്ടിൽ നിന്ന് ഗുരുജിക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റിയെടുക്കാം. വത്സ, മൂഷിക് അംബാനി, നാം സംതൃപ്തനായി. നിന്റെ ഈ ചെറിയ ദക്ഷിണയിൽ നാം അതീവ സംതൃപ്തൻ. മംഗളാനി ഭവന്തു. ഓം കാളി മഹാകാളി, കാളി കാളി മഹാകാളി, ഓം കാളി മഹാകാളി, കാളി കാളി മഹാകാളി. ദേശവാസിയോ, പ്രിയമിത്രോ, നമ്മുടെ നാടിന്റെ ശത്രുക്കളായ 500 രൂപ, 1000 രൂപ കറൻസി നോട്ടുകൾക്കെതിരെ നാം പ്രഖ്യാപിച്ച കറൻസി മേധത്തിന് നാം ഇതാ പുറപ്പെടുകയായി. അടിയങ്ങൾ ഇത് കണ്ട് രോമാഞ്ചപുളകിതരായിരിക്കുന്നു. എടോ കുബുദ്ധി കുലശേഖര, തനിക്ക് രോമാഞ്ചം കൊള്ളാൻ ഇനിയും എന്തെല്ലാം വിദ്യയുണ്ട് നമ്മുടെ കയ്യിൽ. കള്ളപ്പണക്കാരെ നമുക്ക് അമർച്ച ചെയ്തേ പറ്റൂ. കള്ളനോട്ടുകാരെ ഒറ്റപ്പെടുത്തിയേ കഴിയൂ. അതിനുവേണ്ടി ജനശത്രുക്കളായ 500 രൂപയുടെയും 1000 രൂപയുടെയും പഴയ നോട്ടുകൾ നാം പിൻവലിക്കുന്നു. പ്രഭു, ഈ നടപടി മൂലം ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടില്ലേ? അവർ നമുക്ക് എതിരാവില്ലേ എന്നാണ് എന്റെ ഭയം. മിസ്റ്റർ കരുൺ ഇഡ്ലി, അത് താൽക്കാലികം മാത്രമാണ്. കുറച്ചു ദിവസം കഴിയുമ്പോൾ പൊതുജനം എന്ന കഴുത ഇത് തനിയെ സഹിച്ചോളും.